ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫുഡി ബോട്ട്. ഇന്ന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് മിച്ചം വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കിയാൽ സ്നാക്കായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് കണ്ടപ്പം ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ഒരു 3 ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ആദ്യം തന്നെ നടുക്കൂടി ഇങ്ങനെ മുറിച്ച് കൊടുക്കുവാണ്. വീണ്ടും ഒന്നും കൂടെ ഒരു ഹാഫ് പോർഷൻ ഒന്നും കൂടെ കട്ട് ചെയ്യുന്നു. ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. ദോശയൊക്കെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. ആവിക്ക് വെച്ചാലും അങ്ങനെ ആരും വലിയ താല്പര്യത്തോടെ കഴിക്കാറില്ല. അപ്പം ആ സമയത്ത് നമുക്ക് ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഞാനും പരീക്ഷിച്ചതാണ്. എൻ്റെ പരീക്ഷണം വിജയിച്ചപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഇത് ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടിയിരിക്കുന്ന കഷ്ണങ്ങളൊക്കെയും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കഷ്ണങ്ങളായിട്ടിങ്ങനെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചെന്നാൽ, നമുക്ക് ഈ ദോശ കഷ്ണങ്ങളെ ഒരു 24 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ അടച്ചു വെക്കുകയൊന്നും വേണ്ട, തുറന്ന് തന്നെ ഇരുന്നാൽ മതി. നമുക്കിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാമേ. ഇത് കണ്ടോ, ഇപ്പം 24 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിൽ നിന്നും വെളിയിലെടുത്തു. അപ്പോൾ കണ്ടോ, ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശയുടെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാമേ. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ ഈ സമയത്ത്. ഒരു മിനിറ്റ് തന്നെ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേന് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരും. ഈ പരുവത്തിന് മതി. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ ബാക്കി മുഴുവനും വറുത്തെടുക്കാമേ. നമ്മളിതിട്ട് ഒരു അരമിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് നേരം വെച്ചിരുന്നാൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പം ഒരു ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കാം. തരും മതി. നമുക്കിതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഈ ദോശയുടെ ചെറിയ പീസുകളെല്ലാം ഞങ്ങൾ എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കൊക്കെ 4 മണിക്ക് ഒന്ന് കൊടുക്കാനൊന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഒടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.